വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. തുടർച്ചയായി ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ കാണുന്ന എല്ലാവരെയും തുടർച്ചയായി ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ അറിയാത്ത ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ തന്നെ ഫോൺ ചെയ്യുക, ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ കാണാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ഒരു SMS അയയ്ക്കുക, വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക, ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമുക്ക് ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ലോകം എമ്പാടുമുള്ള എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ജിബി മെർലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. IELTS എക്സാം, MCQ എക്സാം നല്ല ഒരു റിസൾട്ട് ഓടുകൂടി പാസ്സാകാൻ അങ്ങ് സഹായിക്കണമേ. PR വിസ ലഭിക്കുവാനും ഒരു ഹോസ്പിറ്റലിൽ ഒരു ജോലി ലഭിക്കുവാനും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സണ്ണിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. ഒരു സ്വന്തമായ ഭവനം ഇടപ്പള്ളിയിൽ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിനോദിനും വർഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം നൽകണമേ. വിനോദിൻ്റെ PhD വളരെ സക്സസ്ഫുള്ളായി പൂർത്തിയാക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റോസമ്മ തോമസിനായി പ്രാർത്ഥിക്കുന്നു. മകന് നല്ലൊരു ജോലി ലഭിക്കുവാനും അനുയോജ്യയായ ഒരു ജീവിത പങ്കാളി ലഭിക്കുവാനും കർത്താവ് സഹായിക്കണമേ. ആകാശിന് വേണ്ടിയും സഹോദരി അപർണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടി, നല്ല സ്വഭാവത്തിൽ വളരുവാൻ വേണ്ടി, നല്ല ഭാവി ഉണ്ടാകാനും വേണ്ടി ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. KA വേലായുധനും സാറ വേലായുധനും വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മരുമകന് പുകവലി ശീലത്തിൽ നിന്ന് പരിപൂർണ വിടുതലുണ്ടാകാനും ലോട്ടറികൾക്ക് വേണ്ടി പണം നൽകുന്ന ആ ശീലം മാറാനും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആനി ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ സെജോയ്ക്ക് മദ്യപാനത്തിൽ നിന്ന് പരിപൂർണ സ്വാതന്ത്ര്യം അങ്ങ് നൽകണമേ. ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സുജ ജോൺസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾക്ക് ഡൗൺ സിൻഡ്രോമിൽ നിന്ന് പരിപൂർണമായും കർത്താവ് ഒരു സ്വാതന്ത്ര്യം അങ്ങ് നൽകണമേ, ഒരു സൗഖ്യം നൽകണമേ. നന്നായി പഠിക്കുവാനും നല്ലൊരു ഭാവിയിൽ എത്തിച്ചേരാനും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷബ്നം ടൈറ്റസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുക്കണമേ. മാത്രമല്ല തൻ്റെ പിതാവിനെ മദ്യപാനത്തിൽ നിന്ന് പരിപൂർണമായും സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിക്ക് നല്ലൊരു ഭാവി അങ്ങ് നൽകണമേ. നല്ല ആരോഗ്യം തൻ്റെ അമ്മയ്ക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഓരോ സ്പോൺസറേയും ഞങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ണൂർ ജൂലൈ 31 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നവനീതം ഓഡിറ്റോറിയം, ചിന്മയ ബാലഭവന് സമീപം, കണ്ണൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ആഗസ്റ്റ് 1 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. സഹോദരൻ്റെ പേര് സജു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സീനയ്ക്ക് ദൈവം കൊടുത്ത വലിയൊരു അത്ഭുതത്തിൻ്റെ സാക്ഷിയുമായിട്ടാണ് അദ്ദേഹം ഇന്ന് നിൽക്കുന്നത്. ഇവർ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇസ്രായേലിലേക്ക് പോകുവാൻ വേണ്ടി ഒരു വിസയ്ക്ക് വേണ്ടി, അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് പ്രാർത്ഥിക്കും. ഇടയ്ക്ക് നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറുകൾ നമ്മുടെ ബത്തേരി ബ്ലെസ്സിങ് സെൻറ്ററിൽ നടക്കുമ്പോൾ അവർ വന്ന് ഇസ്രായേലിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ അവർ ഡൽഹിയിൽ അതിൻ്റെ ഏജൻസി വിളിച്ചിട്ട് അതിൻ്റെ എംബസിയിലുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി, കഴിഞ്ഞ മാസത്തെ കാര്യമാണോ പറയുന്നത്? കഴിഞ്ഞ മാസം അവർ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ്. എന്തൊരാവശ്യം വന്നാലും പ്രയർ കോൾ സെൻ്ററിൽ വിളിക്കും. വിശ്വാസത്തോടുകൂടി കടന്നു ചെന്നു. അവിടെ ചെന്ന സമയത്ത് അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ 2 മെഡിക്കൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ബ്ലഡിൽ ചില അബ്നോർമാലിറ്റീസ് അവർ കണ്ടെത്തി. അവർ പറയുന്നത് ഏജൻസി വഴി 2 പ്രാവശ്യമാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇവർ വിഷമത്തോടുകൂടി ആപ്പാടെ തകർന്നുപോയി. നമ്മുടെ പ്രയർ കോൾ സെൻ്റർ വിളിച്ച് ഇവർ പ്രാർത്ഥിച്ചു.
അതിനുശേഷം ഇവർ എനിക്ക് തോന്നുന്നു ജൂൺ മാസം നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് അവർക്ക് നേരിട്ട് രാവിലെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അവരുടെ ടാബിൽ അവർ ഉച്ച സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ബ്രദർ ഇപ്രകാരം പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിച്ചു. 2 പ്രാവശ്യം മെഡിക്കലിൻ്റെ ഇത് ചെയ്തിട്ട് ഫെയിലായ ആളുകൾ ഇതിന് വിദേശത്ത് പോകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അവർക്കത് ജോലി വളരെ വേഗത്തിൽ അത് കിട്ടാൻ പോവുകയാണ്. മെഡിക്കൽ അവർ പാസ്സാകാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രദർ ആ സമയത്ത് പ്രാർത്ഥനയുടെ സമയത്ത് പറഞ്ഞു, ഒരു വ്യക്തി വിദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള മെഡിക്കൽ ചെയ്തിട്ട് പാസ്സാകാൻ കഴിയാതെ എന്തൊക്കെയോ ടെസ്റ്റിൽ നെഗറ്റീവായി കണ്ട് പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് ആ വ്യക്തിയെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന. അടുത്ത മെഡിക്കൽ നടക്കുമ്പോൾ ആ വ്യക്തി പാസ്സാകട്ടെ. ആ രോഗം അല്ലെങ്കിൽ ആ ടെസ്റ്റ് റിസൾട്ടിൽ നെഗറ്റീവ് പാർട്ട് അവിടെ ഉണ്ടാകരുത്. ഇവർ ചെന്നു, ഇവരുടെ ഏജൻസിയെ സമീപിച്ചപ്പോൾ ഏജൻസി പറഞ്ഞു 2 പ്രാവശ്യം ഫെയിലായി, ഇനി എംബസിയിലോട്ട് നിങ്ങൾ അടുത്ത റിസൾട്ടുമായിട്ട് ചെല്ലുവാണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് വെറുതെ നിങ്ങൾ വീട്ടിലോട്ട് പോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഇവർ അത്രയും ദൂരം ഡൽഹിയിൽ ചെല്ലുകയും തിരിച്ചു വരികയൊക്കെ ചെയ്യും. ബുദ്ധിമുട്ടായിരുന്നു. ഇവർ നമ്മുടെ ബ്രദർ അതിൻ്റെ ആ പ്രാർത്ഥന ബ്ലെസ്സിംഗ് ടുഡേ കേട്ടപ്പോൾ അത് അവരുടെ ഉള്ളിൽ വലിയ വിശ്വാസമായി മാറി. ഇവർ ആ ഏജൻസിയോട് പറഞ്ഞു, പറ്റില്ല, ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ എംബസിയിൽ ഇതിന് പോവുകയാണ്. എംബസിയിലുള്ള ടെസ്റ്റിന് വേണ്ടി ഞങ്ങളുടെ പേപ്പറുകൾ ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു. ഈ ഏജൻസിയാണ് എംബസിയിലോട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഇവരുടെ വീണ്ടും ഏജൻസി ഇവരാണ് നിർബന്ധിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ പേപ്പർ നിങ്ങൾ ഫോർവേഡ് ചെയ്യണം, കാരണം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും സ്റ്റേ ബാക്ക് ചെയ്യണം, അവിടെ ക്ലിയർ ആകും, വീണ്ടും ഡൽഹിയിൽ തന്നെ താമസിക്കണം, അതിൻ്റെ ചിലവുകൾ. ഓക്കെ. വിശ്വാസത്തോടെ ഇവർ ഇൻ്റർവ്യൂവിന് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സാധാരണ മണിക്കൂറുകൾ നീണ്ട ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത്. ഇവരെ കണ്ടു ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഭർത്താവിനെയും ബന്ധുക്കളെ എല്ലാവരെയൊക്കെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. 10 മിനിറ്റിൻ്റെ ഇൻ്റർവ്യൂ മാത്രം ചെയ്തു. അത് മാത്രമല്ല, ആ മെഡിക്കൽ അത് അവർ പാസ്സായി. എംബസിയുടെ ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ അത് പാസ്സായി. അതിൻ്റെ 30-ാം തീയതി ഇവർക്ക് ടിക്കറ്റ് കിട്ടി. 1-ാം തീയതി ഇസ്രായേലിലോട്ട് പോയി. അങ്ങനെ അസാധ്യമായിരുന്നത് ദൈവത്തിൻ്റെ അത്ഭുതത്താൽ ഇവർക്ക് സാധ്യമായിരിക്കുകയാണ്. കർത്താവേ, ഈ വിടുതലിനായും ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ തന്നെ കർത്താവേ, അവിടെ ആയിരിക്കുന്ന ആ മകളെ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കൂടാതെ ഈ കൈകൾ ഉയർത്തിയിരിക്കുന്നവരിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു വിഷയം വഴിമുട്ടി നിൽക്കുന്നവർ പരിശുദ്ധാത്മാവ് ശക്തമായി പറയും, തടയപ്പെട്ട് കിടക്കുന്നത്, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കുന്നത് പോലെ കർത്താവ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാമെങ്കിൽ വായി തുറക്കാം, യേശുവിനോട് സംസാരിക്കാം, യേശുവെ നന്ദി എന്നെങ്കിലും പറയുക. അത് ചെയ്തതിനായി നന്ദി എന്ന് പറയാം. തടയപ്പെട്ടിരിക്കുന്നതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഈ കുടുംബത്തിൽ യേശുവിന് ചെയ്യാൻ കഴിയുമെങ്കിൽ അനേക കുടുംബങ്ങളിൽ കർത്താവിന് അത് ആവർത്തിക്കാൻ കഴിയും. താങ്ക് യു ലോർഡ്. ഇന്ന് കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൂനായി ആഗസ്റ്റ് 6 വ്യാഴം. ജ്യോതിബ മംഗൾ കാര്യാലയ, വിജയ് നഗർ, കലവാടി, പിംപ്രി, പൂനെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അന്തേരി, മുംബൈ ആഗസ്റ്റ് 7 വെള്ളി. കനോസ സ്കൂൾ, മഹാകാളി കേവ്സ് റോഡ്, അന്തേരി ഈസ്റ്റ്, മുംബൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ, മുംബൈ ആഗസ്റ്റ് 8 ശനി. സനേ മംഗൾ കാര്യാലയ, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്. ഈ വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി വിവാഹിതരായ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ കോൺഫറൻസ് നടക്കുകയാണ്. ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ്. തീർച്ചയായും ഭാര്യ ഭർത്താക്കന്മാർ വരണം. ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ, രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരൊറ്റ ദിവസം. വിവിധ സെഷനുകളിലായി ടീച്ചിങ് ക്ലാസ്സുകളിലും ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കുടുംബങ്ങളെ ഹെൽത്തി ഫാമിലീസായി, ഹാപ്പി ഫാമിലീസായി കർത്താവ് പണിയും. തീർച്ചയായും ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. വിവാഹിതരായ എല്ലാവർക്കും വേണ്ടി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ്.
ആഗസ്റ്റ് 14 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കൊച്ചി ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് I'm going to give you 60 seconds to confess your sins right now. ഞാൻ നിങ്ങൾക്ക് ഈ സമയത്ത് 60 സെക്കൻഡുകൾ തരികയാണ്. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ പാപങ്ങളും ദൈവത്തോട് ഏറ്റുപറയാൻ ഉള്ള അവസരമാണ്. You don't need to confess your sins to the next person. നിങ്ങൾ നിങ്ങളുടെ പാപം അടുത്തിരിക്കുന്ന നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളുമായി അത് ഏറ്റുപറയേണ്ട ആവശ്യമില്ല. Directly to God you can say. നിങ്ങൾക്ക് നേരിട്ട് ദൈവത്തോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാവുന്നതാണ്. So put your hands on your chest. അതുകൊണ്ട് both of your hands. നിങ്ങളുടെ രണ്ട് കൈകളും നിങ്ങളുടെ മാറിലേക്ക് എടുത്തു വെച്ചാലും and secretly, privately, confidentially you can speak to God നിങ്ങൾക്ക് and confess your sins. ഈ സമയത്ത് നിങ്ങൾ വളരെ രഹസ്യമായി ശാന്തമായ രീതിയിൽ നിങ്ങൾക്ക് ദൈവത്തോട് ഈ സമയത്ത് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാവുന്നതാണ്. Close your eyes. എല്ലാവരും കണ്ണുകൾ അടച്ചാലും. Close your eyes everywhere. എല്ലാവരും കണ്ണുകൾ അടച്ചാലും. Just to speak to God. ഈ സമയത്ത് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങിയാൽ you know what sins you are doing. നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തൊക്കെ പാപങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. All the bad thoughts, evil thoughts, revengeful thoughts, everything. എല്ലാ തെറ്റായിട്ടുള്ള ചിന്തകൾ, മോശമായ ചിന്തകൾ, വൈരാഗ്യത്തോട് ദേഷ്യത്തോടു കൂടിയുള്ള മറ്റുള്ളവരോട് ശത്രുത മനോഭാവം വെക്കുന്ന എല്ലാ ചിന്തകൾ അതെല്ലാം ദൈവത്തോട് ഏറ്റുപറയുക. All the dirty thoughts, everything, just confess to Lord, I am sorry. God, I am sorry. എല്ലാ അശുദ്ധമായ ചിന്തകൾ അതെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞു. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞ്, ദൈവമേ യേശുവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ എൻ്റെ പാപത്തെ അങ്ങ് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാലും, cleanse me with the blood of Jesus. പറഞ്ഞാലും ദൈവമേ യേശുവിൻ്റെ രക്തത്താൽ എന്നെ അങ്ങ് ശുദ്ധീകരിക്കണമേ. Only Jesus can reconcile us with God the Father. യേശുവിന് മാത്രമേ നമ്മളെ ദൈവവുമായി അടുപ്പിക്കുവാൻ, ദൈവവുമായി നമ്മുടെ ബന്ധം നേരെയാക്കുന്നതിന് യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ രക്തത്താൽ എന്നെ തന്നെ ഞാൻ കഴുകുന്നു. യേശുവേ, എന്നെ ശുദ്ധീകരിക്കണമേ. You can open your eyes. ഈ സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. This is what you have to do every time you have a consciousness of sins. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പാപം ചെയ്തു എന്നൊരു കുറ്റബോധം നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്രകാരം ചെയ്യുക. Everyone who has a good relationship with God will get God's holy nature. എല്ലാവർക്കും ദൈവവുമായി നല്ലൊരു ബന്ധമുള്ള ഏതൊരു വ്യക്തിക്കും ദൈവത്തിന്റെ ആ വിശുദ്ധ സ്വഭാവം ദൈവം പകർന്നു തരും. Secondly, we will enjoy a great peace. രണ്ടാമതായി നമുക്ക് നമ്മുടെ ഉള്ളിൽ വലിയൊരു സമാധാനം അനുഭവിക്കുവാൻ കഴിയും. I came to know the real God when I was a student, when I was in my teenage. ഞാൻ കൗമാര പ്രായത്തിലായിരുന്ന സമയത്താണ് ഞാൻ യേശുവിനെ കണ്ടെത്തിയത്. I was a college boy. ഞാൻ കോളേജിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. And that time I heard about the real loving God. ആ സമയത്ത് യഥാർത്ഥത്തിലുള്ള സ്നേഹിക്കുന്ന ദൈവത്തെ പറ്റി മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞു. Till that time I had only vague ideas about God. ആ സമയം വരെ ദൈവത്തെ പറ്റിയുള്ള ഏതാണ്ടൊക്കെ ഒരു ചിന്തകൾ മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. But when I started hearing about the real God, a loving Father, I started to connect with Him. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥ ദൈവത്തെ ഞാൻ മനസ്സിലാക്കിയ ആ സമയം മുതൽ ആ ദൈവവുമായൊരു നല്ലൊരു ബന്ധത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. And my experience was really wonderful. അത് മാത്രമല്ല എൻ്റെ അനുഭവം എന്ന് പറയുന്നത് അത് വളരെ വളരെ അതിശയം പകരുന്നതായിരുന്നു. When I believed in the real God, I did not get 5 lakh rupees at a time.
or 10 lakh rupees. ഞാൻ ഈ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് ഒറ്റ സമയം കൊണ്ട് 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ എനിക്ക് ലഭിക്കുക അങ്ങനെയൊന്നും ലഭിച്ചില്ല. I did not get 1 kilogram of gold. എനിക്ക് ഒരിക്കലും 1 കിലോ സ്വർണം എനിക്ക് ലഭിച്ചില്ല. But the greatest thing I received was peace in my heart. എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെയുള്ള വലിയൊരു സമാധാനമായി. You need a great peace today from God. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ അകത്ത് ഒരു വലിയ സമാധാനം വേണമെന്ന് പറയുന്ന എത്ര പേർ ഇവിടെ ഇരിക്കുന്നുണ്ട്? So after the blessing festival, നിങ്ങൾ ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് ശേഷം when you go back through the doors, നിങ്ങൾ ഈ കതക് വഴി തിരിച്ചു പോകുമ്പോൾ you are not going to get any currency or gold from the counter. ഈ കൗണ്ടറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വർണമോ മറ്റ് പണമോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. But when you go out, നിങ്ങൾ- you are going to get an inexpressible peace in your heart. നിങ്ങൾ ഇതിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒരു വലിയൊരു സമാധാനവും സന്തോഷവും കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ തരുകയാണ്. Why? Because you have a very good relationship with the Creator. കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സൃഷ്ടാവായ ദൈവവുമായി ഒരു വലിയ ഒരു നല്ല ബന്ധമുണ്ട്. We are going to read Romans chapter number 5 verse number 1. നമ്മളിപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കാൻ പോകുകയാണ്. Therefore, since we have been justified through faith, we have peace with God through our Lord Jesus Christ. അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖേന നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. Lift your right hand. നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചാലും Everybody say peace of Jesus. എല്ലാവരും പറഞ്ഞാലും യേശുവിന്റെ സമാധാനം. ഉറക്കെ പറഞ്ഞ യേശുവിന്റെ സമാധാനം. യേശുവിന്റെ സമാധാനം. ബാൽക്കണിയിൽ പറഞ്ഞ യേശുവിന്റെ സമാധാനം. യേശുവിന്റെ സമാധാനം. താഴെ പറഞ്ഞ യേശുവിന്റെ സമാധാനം. യേശുവിന്റെ സമാധാനം. So when we are justified through faith, we have peace with God through our Lord Jesus. നമ്മൾ അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ നമുക്ക് യേശു കർത്താവ് മുഖേന നമുക്ക് ദൈവവുമായി ഒരു നല്ല സമാധാനമുണ്ട്. That is a second benefit that we receive when we have a good relationship with God. ഇതാണ് നമുക്ക് ദൈവവുമായി ഒരു നല്ല ബന്ധം നമുക്ക് ഉള്ളപ്പോൾ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ കാര്യം. Number 3, we will receive eternal life. മൂന്നാമതായി നമുക്ക് നിത്യമായ ജീവിതം, നിത്യജീവൻ നമുക്ക് ലഭിക്കുകയാണ്. It is not only a good life here. ഈ ലോകത്തിൽ ലഭിക്കുന്ന ഒരു നല്ലൊരു ജീവിതം മാത്രമല്ല ദൈവം തരുന്നത്. All have a dream of a very good life and very good future. നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ജീവിതം, നല്ല ഭാവിയും നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. Today's all miseries and problems and troubles should go, and I should have a good future. Everyone desires that. എല്ലാവരുടെ ഹൃദയത്തിലുള്ള ഒരു ആഗ്രഹമാണ് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും കഷ്ടങ്ങളും സങ്കടങ്ങളും എല്ലാം മാറി ഒരു നല്ല ഭാവി ഉണ്ടാകണമെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുകയാണ്. A life with Jesus is a very good life. യേശുവിനോട് കൂടെയുള്ള ജീവിതം ഏറ്റവും നല്ല ജീവിതമാണ്. A life with Jesus is the best life here. യേശുവിനോട് കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ വെച്ച് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ജീവിതമാണ്. Hallelujah. Hallelujah. Some people are very blessed or lucky when they get married to good people, good spouse. ചില ആളുകൾ നല്ല പങ്കാളികളെ, വിവാഹ പങ്കാളികളെ ലഭിക്കുമ്പോൾ അവരങ്ങനെ ഭാഗ്യമുള്ളവരായി മാറുകയാണ്. But some girls, when they are married off, എന്നാൽ ചില പെൺകുട്ടികൾ അവരെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ seemingly very good boy, കാണുമ്പോൾ പുറമേക്ക് നോക്കുമ്പോൾ നല്ലൊരു ആൺകുട്ടിയാണ്. but after marriage problems pop up. വിവാഹത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. Every day some problem or other. എല്ലാ ദിവസവും ഒരു പ്രശ്നം അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമായി ഇങ്ങനെ കടന്നു Every വന്നുകൊണ്ടിരിക്കുകയാണ്. day she calls her mother. എല്ലാ ദിവസവും അവൾ അവളുടെ അമ്മയെ വിളിക്കുകയാണ്. Mummy, I am suffering here. അമ്മ, ഞാനിവിടെ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. I want to come back. എനിക്ക് തിരിച്ചു വരണം. And everybody says she's having a bad time. എല്ലാവരും പറയും അവളുടെ ജീവിതത്തിൽ മോശമായ കാലമാണ്.
Pray for her, please. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും പറയും. She is suffering there. അവൾ അവളുടെ കഷ്ടപ്പാടുകൾ Her അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. future is gone. അവളുടെ ഭാവി പോയി. But I have a great news. എന്നാൽ ഞാനൊരു നല്ല വാർത്ത പറയട്ടെ. In whichever family you are, നിങ്ങൾ എന്ത് കുടുംബത്തിലാണ് നിങ്ങൾ ഇന്ന് in ജീവിക്കുന്നത്, whichever circumstances you are, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്, if it is a life with Jesus, you will have peace in your heart and you will have a great time with Jesus in your future. നിങ്ങൾക്ക് യേശുവിനോട് കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ സമാധാനം ഉണ്ടായിരിക്കും എന്ന് മാത്രമല്ല, യേശുവിനോടുകൂടെ ഏറ്റവും നല്ല ജീവിതം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ജീവിതവും ദൈവം നിങ്ങൾക്ക് നൽകുന്നതാണ്. നമ്മുടെ ഈ വർഷത്തെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ഒരു പ്രാർത്ഥനാ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ഡേ. രാവിലെ മുതൽ വൈകിട്ട് വരെ ഏകദേശം 10 മുതൽ 4 മണി വരെയുള്ള സമയത്ത് തുടർച്ചയായി നമ്മളെല്ലാവരും ചേർന്ന് ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായിരിക്കും. കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് തീർച്ചയായും ആ വലിയ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. എന്നാൽ നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ അയക്കാം. ഇമെയിലിലൂടെയോ കത്തിലൂടെയോ ഫോണിലൂടെയോ അയക്കാം. എന്നാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഏതെങ്കിലും ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി, രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പലരെയും ദൈവകരങ്ങളിൽ വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ഫോട്ടോകൾ അയച്ചു തരിക. നേരത്തെ തന്നെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ബ്ലെസ്സിങ് ടുഡേ അഡ്രസ്സിലേക്ക് അയച്ചു തരിക. ആ ദിവസം ആ ഫോട്ടോകളിൽ കൈവച്ച് ഒത്തിരി പേർ ചേർന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളത് ചെയ്തിട്ടുണ്ട്. ഈ വർഷം നമ്മളത് ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥന വിഷയങ്ങൾ മാത്രമല്ല, ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ ഫോട്ടോകൾ കൂടെ അയച്ചു തരിക. തീർച്ചയായും കർത്താവ് അവരെ സ്പർശിക്കും. ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനം ആഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. പ്രാർത്ഥനാ വിഷയങ്ങൾ കത്തുകളായോ ഇമെയിലായോ ഫോണിലൂടെയോ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ണൂർ ജൂലൈ 31 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നവനീതം ഓഡിറ്റോറിയം, ചിന്മയ ബാലഭവന് സമീപം, കണ്ണൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ആഗസ്റ്റ് 1 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കർത്താൽ വിശ്വസിക്കുക. സാധ്യതകളൊന്നുമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കുക. അതിൻ്റെ പേരാണ് വിശ്വാസം. കർത്താവ് ഈ സമയത്ത് അങ്ങയുടെ കൈ നീട്ടി. ഞങ്ങളെല്ലാം അറിയുന്നില്ല, എന്നാൽ അങ്ങെല്ലാം അറിയുന്നു. അങ്ങ് ആവശ്യങ്ങളെ ഞങ്ങൾ പറയുന്നതിന് മുൻപേ അറിയുന്നു. അതുകൊണ്ട് വിചാരപ്പെടരുത് എന്നങ്ങ് പറഞ്ഞിരിക്കുന്നല്ലോ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവെ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. TB രോഗം, ക്ഷയരോഗം ബാധിച്ച ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കൂടാതെ ഹെപ്പറ്റൈറ്റിസ് B രോഗം ബാധിച്ച ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ വയറിനകത്ത് ഡൈജഷന്, ദഹന പ്രക്രിയയ്ക്ക് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വയറിൻ്റെ അകത്ത് ക്യാൻസർ ഉള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ കണ്ണിൻ്റെ കാഴ്ച ചിലർക്ക് കർത്താവ് തിരികെ നൽകുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ
കണ്ണുകൾ കാഴ്ചശക്തി കുറഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ കാഴ്ചശക്തി ഇപ്പോൾ വർദ്ധിക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ജീസസ്. അതുപോലെ ഹിയറിംഗ് പ്രോബ്ലം, കേൾവിശക്തിയിലും സാരമായ കുറവെന്ന് ചിലരെ കർത്താവ് ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. ഇൻ ജീസസ് നെയിം. തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ, വൈവിധ്യമാർന്ന ക്യാൻസർ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം. കുടലിൻ്റെ അകത്ത് ചില കുരുക്കൾ വന്നു അതിനാൽ പ്രയാസം അനുഭവിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. നട്ടലിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അതുപോലെ രക്തത്തിലുള്ള പലവിധ രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കർത്താവെ, ഈ സമയത്ത് അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. നിങ്ങളുടെ രോഗമോ പ്രയാസമോ എന്താണെങ്കിലും ഈ സമയത്ത് കൈകൾ നീട്ടി ആ വിടുതലും രോഗസൗഖ്യം സ്വീകരിക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത് ഉണ്ടാകട്ടെ. ദൈവിക വിടുതലുകൾ ഉണ്ടാകട്ടെ. പല വിഷയങ്ങളുടെ മേലുണ്ടാകട്ടെ. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ പ്രവർത്തിക്കുന്നതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നാളെ കണ്ണൂരാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. തീർച്ചയായും പറയണം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മറ്റന്നാൾ കോഴിക്കോട് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഇതുവരെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ പോലും പങ്കെടുത്തിട്ടില്ലാത്തവർ തീർച്ചയായും പറയണം. പങ്കെടുത്തിട്ടുള്ളവർ വീണ്ടും വരിക, കൂടുതൽ അനുഗ്രഹങ്ങളിൽ നിറയുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.